നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. GST രജിസ്ട്രേഷൻ, ആധാർ ബയോമെട്രിക് നിർബന്ധമാക്കാൻ സാധ്യത. GST യോഗം ഇന്ന്. GST കൗൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമിതിയുടെ നിയമ ഭേദഗതി ശുപാർശകൾ ഇന്ന് ചേരുന്ന 53ാമത് GST കൗൺസിൽ യോഗം അവലോകനം ചെയ്യും. ആധാർ ബയോമെട്രിക് വഴി GST രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള പുതിയ ചട്ടം യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും. GST രജിസ്ട്രേഷൻ ആധാർ ബയോമെട്രിക് നിർബന്ധമാക്കാനാണ് സാധ്യത. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ബജറ്റ് അവതരണത്തിന് തൊട്ടു മുൻപുള്ള GST യോഗമാണ് ഇന്ന് ചേരുന്നത്. വളാഞ്ചേരി കൂട്ടബലാത്സംഗം, 3 പ്രതികളും പോലീസ് കസ്റ്റഡിയിൽ. വളാഞ്ചേരിയിൽ ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. സുനിലും ശശിയും പോലീസ് പിടിയിലായത് അറിഞ്ഞ പ്രകാശൻ രക്ഷപ്പെടാനായി പാലക്കാട്ടേക്ക് കടന്നിരുന്നു. അവിടെ എത്തിയാണ് പോലീസ് പ്രകാശനെ കസ്റ്റഡിയിലെടുത്തത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തം, മരണം 55ആയി. ഇന്നലെയും ഇന്നുമായി മരിച്ചത് 2 പേർ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലുണ്ടായ വ്യാജമദ്യ ദുരന്ത മരണം 55ആയി. ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി കള്ളക്കുറിച്ചി സർക്കാർ ആശുപത്രിയിൽ 2 പേർ കൂടി മരിച്ചു. ജില്ലാ കളക്ടർ അല്പസമയത്തിനകം ആശുപത്രിയിലെത്തും. ദുരന്തം നിസ്സാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനമുയർത്തിയ മദ്രാസ് ഹൈക്കോടതി അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പ്ലക്കാർഡുകളുമായി നിയമസഭയിലെത്തി നടുത്തളത്തിൽ പ്രതിഷേധിച്ച അണ്ണ, DKM അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചതോടെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. നീറ്റ് UGC നെറ്റ് പേപ്പർ ചോർച്ച തടയാൻ നിയമം, കേന്ദ്രം വിജ്ഞാപനം പുറത്തിറക്കി. രാജ്യത്തുടനീളം നടക്കുന്ന പൊതുപരീക്ഷകളിലും പൊതുപ്രവേശന പരീക്ഷകളിലും അന്യായമായ മാർഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പൊതുപരീക്ഷാ നിയമം 2024 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. നീറ്റ് UGC നെറ്റ് പരീക്ഷകളുടെ നടത്തിപ്പിലെ ക്രമക്കേടുകളെ ചൊല്ലിയുള്ള വൻ തർക്കങ്ങൾക്കിടയിലാണ് നടപടി. ഈ വർഷം ഫെബ്രുവരിയിൽ പാർലമെന്റ് പാസാക്കിയ നിയമം വഞ്ചന തടയുന്നതിന് കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ നിർദ്ദേശിക്കുന്നു. വഞ്ചനയുടെ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 5 മുതൽ 10 വർഷം വരെ തടവും കുറഞ്ഞത് 1 കോടി രൂപ പിഴയുമാണ് ലഭിക്കുക. TP ചന്ദ്രശേഖരൻ വധക്കേസ് 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ നീക്കം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ നീക്കം. 2ാം പ്രതി TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ വിട്ടയക്കാനാണ് നീക്കം നടക്കുന്നത്. ജീവപര്യന്തം തടവിന് ഹൈക്കോടതി വിധിച്ച പ്രതികളാണിവർ. ഹൈക്കോടതി വിധി മറികടന്ന് പ്രതികളെ വിട്ടയക്കാനാണ് സർക്കാർ നീക്കം. ആനസവാരി കേന്ദ്രത്തിലെ പാപ്പാന്റെ കൊലപാതകം, സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ, കേസെടുത്ത് വനം വകുപ്പ്. അടിമാലി കല്ലാറിൽ ആനസവാരി കേന്ദ്രത്തിലെ 2ാം പാപ്പാനെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. പെർഫോമിംഗ് ആനിമൽസ് ആക്ട് 2001 പ്രകാരവും വന്യജീവി സംരക്ഷണം നിയമപ്രകാരവും നടത്തിപ്പുകാർക്കെതിരെയും ഉടമയ്ക്കെതിരെയും കേസെടുത്തു. സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോയും നൽകി. ഏകീകൃത കുർബാനയിൽ സമവായം പുറത്തിറക്കിയ സർക്കുലർ പിൻവലിച്ച് സീറോ മലബാർ സഭ. ഏകീകൃത കുർബാനയിൽ സമവായ നീക്കവുമായി സീറോ മലബാർ സഭ സിനഡ്.
ജൂലൈ 3 മുതൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന വേണമെന്ന നിർദ്ദേശം പിൻവലിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് സിനഡ് പുറത്തിറക്കി. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി. ഇത് പാലിച്ചാൽ നേരത്തെ പ്രഖ്യാപിച്ച കാനോനിക ശിക്ഷാ നടപടികളിൽ ഇളവ് നൽകുമെന്നും സിനഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ, റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ കേന്ദ്രം. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ 3 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.